നമസ്കാരം. ഇസ്രായേലിനെതിരെ പകരം വീട്ടാനായി ഒരുങ്ങിയിരുന്ന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ തലവനായ ഹസൻ നസ്രല്ലയെ അദ്ദേഹം താമസിച്ചിരുന്ന ബങ്കറിൽ പോയി വകവരുത്തിയിട്ട് ഇസ്രായേലി പ്രതിരോധ സേനയാണ് ആദ്യമായി ആ വാർത്ത ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതായത് ഹിസ്ബുള്ളയുടെ മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്നു, മേധാവിയെ തങ്ങൾ വധിച്ചു എന്ന ഒരു വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. എന്തായാലും ഇസ്രായേൽ അത് പുറത്തുവിട്ടു. പിന്നാലെ ചില സൂചനകൾ ലഭിക്കുന്നു. ഇപ്പോഴും ഹിസ്ബുള്ള തറപ്പിച്ച് ആ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ഹിസ്ബുള്ളയുടെ ചില വാക്കുകളിൽ നിന്ന്, പ്രസ്താവനകളിൽ നിന്നൊക്കെ ഇസ്രായേൽ പറയുന്നത് സത്യമാണ് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസ്രുള്ള താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ബങ്കറിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോഗ്രാഫികളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുമുണ്ട്. അത്രമാത്രം പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യതയാർന്ന ഒരു ആക്രമണമാണ് ഇസ്രായേൽ അവിടെ നടത്തിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. അതായത് ഹസൻ നസ്രുള്ള എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ഹിസ്ബുള്ള എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഹസൻ നസ്രുള്ള വർഷങ്ങളായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നയാളല്ല. അതായത് ഇസ്രായേലിനെ പോലുള്ള ശത്രുക്കളെ പേടിച്ച് അയാൾ എപ്പോഴും ഒളിവിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. എവിടെയാണ് ഹസൻ നസ്രുള്ള താമസിക്കുന്നതെന്നോ ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ വളരെ രഹസ്യമായിട്ടാണ് ഈ ഹസൻ നസ്രുള്ള താമസിച്ചിരുന്നത്. പക്ഷേ ഹസൻ നസ്രുള്ളയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതിൽ ഇസ്രായേൽ പ്രതിരോധ സേന വിജയിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇൻ്റലിജൻസ് ഇൻപുട്ടാണ് എന്ന് വ്യക്തമാണ്. വളരെ കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂനിരപ്പിൽ നിന്നും 90 അടി താഴ്ചയിൽ ഇത്തരത്തിൽ ബങ്കർ നിർമ്മിച്ച് ഒളിച്ചിരുന്ന ഹസൻ നസ്രുള്ളയെയാണ് കൃത്യമായ ബോംബിങ്ങിലൂടെ ഇസ്രായേൽ പ്രതിരോധ സേന വധിച്ചിരിക്കുന്നത് എന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഹിസ്ബുള്ളയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ നേതൃനിരയുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. അതിൽ ഒട്ടേറെ നേതാക്കളെയും 19 നേതാക്കളിൽ 3 പേരൊഴികെ ബാക്കി എല്ലാവരെയും വധിച്ചതായി ഇസ്രായേൽ സേന അതിൽ ക്യാൻസൽഡ് എന്നെഴുതി രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ആ 19 പേരിൽ മുഴുവൻ പേരെയും ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇനി ഹിസ്ബുള്ളയുടെ നേതാവ് ആരാകും, ആരാണ് ഹസൻ നസ്രുള്ളയുടെ പിൻഗാമി എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചു വരികയാണ്. അതായത് ഹിസ്ബുള്ള തങ്ങളുടെ നേതാവായി ഒരു ഭീകരനെ അവരോധിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് ഹിസ്ബുള്ള മനസ്സിൽ വിചാരിച്ച ആ ഭീകരനെ കൂടി ഇപ്പോൾ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ്. അതായത് നബീൽ കൗക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്ബുള്ള ഭീകരനെയാണ് ഇസ്രായേൽ സേന വധിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ വാർത്ത വരുന്നത്. അതായത് കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഇസ്രായേൽ ഇതാ അരിഞ്ഞു തള്ളുന്നു എന്ന് തന്നെയാണ്. ഇവിടെയും വ്യോമാക്രമണത്തിൽ തന്നെയാണ് ഈ ഭീകരനും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നബീൽ കൗക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. സെൻട്രൽ കമ്മിറ്റി അംഗമാണ് ഹിസ്ബുള്ളയുടെ. മാത്രമല്ല, ഹിസ്ബുള്ളയുടെ പ്രിവെൻറ്റീവ് സെക്യൂരിറ്റി യൂണിറ്റിൻ്റെ തലവനും കൂടിയായിരുന്നു ഈ നബീൽ കൗക്ക്. ഈ നബീൽ കൗക്കിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേന ബോംബാക്രമണത്തിലൂടെ വധിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ അറിയിക്കുന്നത്. ഈ ഹിസ്ബുള്ള നേതാവ്, കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയ്ക്ക് ശേഷം അധ്യക്ഷനായി മാറും, ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറിയായി മാറും എന്ന് കരുതുന്ന നേതാവാണ് അല്ലെങ്കിൽ ഭീകരനാണ് ഈ നബീൽ കൗക്ക് എന്നത്. ഇനിയിപ്പോൾ ആർക്കാണ് സാധ്യത എന്ന ചർച്ചയും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഹാഷെം സെയ്ഫുദ്ദീൻ എന്ന ഒരു ഭീകരനാണ് ഹിസ്ബുള്ളയുടെ തലവനായി ഇനി വരാൻ പോകുന്നത് എന്ന വാർത്തയും വരുന്നുണ്ട്. അതായത് ഹസൻ നസ്രുള്ളയുടെ ഒരു കസിൻ സഹോദരനാണ് ഈ പറയുന്ന ഹാഷെം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം. ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയാണ്. അതായത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഒരേ സമയം ലെബനനിലെ ഒരു ഭീകര സംഘടനയും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ്. അതിൽ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ തലവനാണ് ഇയാൾ. പക്ഷേ അമേരിക്ക അടക്കമുള്ള അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംഘടനകളും രാഷ്ട്രങ്ങളും എല്ലാം തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള ഒരു ഭീകരൻ കൂടിയാണ്. അയാളാണ് ഇപ്പോൾ ഹസൻ നസ്രുള്ളയ്ക്ക് പകരക്കാരനായി എത്തുന്നത്, അല്ലെങ്കിൽ അയാളെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആലോചിക്കുന്നത് എന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ള ആലോചിച്ച് അയാളെ തേടി പോകുമ്പോഴേക്കും അയാൾ ജീവനോടുണ്ടോ എന്ന കാര്യം ഇപ്പോൾ ഉറപ്പിക്കാനാവില്ല. അത്രമാത്രം വേഗതയിലാണ് ഹിസ്ബുള്ളയുടെ തലവനെയും തലവനാകാൻ പോകുന്നയാളെയും ഇസ്രായേൽ വധിച്ചിരിക്കുന്നു. ഇനി മൂന്നാമതൊരാളുടെ ചിത്രവും പേരും ഒക്കെ വരുന്നുണ്ട്. അയാളെയും ജീവനോടെ ഹിസ്ബുള്ളയ്ക്ക് കിട്ടുമോ എന്ന കാര്യം ഉറപ്പില്ല. എന്തായാലും ഹിസ്ബുള്ള വലിയ പരിങ്ങലിലാണ്.
പേജറുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ചെറു സ്ഫോടനങ്ങളിൽ തുടങ്ങി ഏറ്റവും വലിയ സ്ഫോടനങ്ങൾ വരെ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ആയുധങ്ങൾ നഷ്ടപ്പെട്ടു, മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ പോലും ഇപ്പോൾ നഷ്ടപ്പെട്ട് ആകെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഹിസ്ബുള്ളയുടെ അവസാനം കാണുന്നതുവരെ ഈ യുദ്ധരംഗത്ത് തുടരും എന്ന് ഇസ്രായേലും ഇപ്പോൾ അറിയിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.